പ്രദീപ്. ഞാൻ തിരുവനന്തപുരം പുല്ലുവള ഇടവകയിൽ നിന്ന് വരണതാണ്. എനിക്ക് ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ 3 മാസത്തിലും പീരീഡായിരുന്നു, നിൽക്കാത്ത പീരീഡായിരുന്നു. ആശുപത്രിയിൽ കടന്നു പോയപ്പോൾ അവർ പറഞ്ഞു എൻ്റെ യൂട്രസ് മുഴുവൻ മുഴയാണെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഭവനത്തിൽ കടന്നു വന്നിട്ട് സ്കാൻ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവരത് തന്നെയാണ് പറഞ്ഞത്. എന്നിട്ട് വീണ്ടും കടന്നു വന്നപ്പോൾ എൻ്റെ അനുജത്തി ഇവിടെ ഇരിപ്പുണ്ട്. 2 പത്രം അവളുടെ കയ്യിൽ ആരോ കൊടുത്തതെന്ന് 1 പത്രം എനിക്ക് തന്നു. ചേച്ചി ഇത് രാത്രി കിടക്കുമ്പോൾ വയറ്റിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് കിടക്കാൻ പറഞ്ഞു. ഞാൻ 2 ദിവസം അത് വെച്ച് പ്രാർത്ഥിച്ച് കിടന്നു. 3-ാമത്തെ ദിവസം എനിക്കൊരു അനുഭവവും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് തലകണേൻ്റെ അടിയിൽ വെച്ചിട്ടാണ് കിടന്നത്. 3-ാമത്തെ ദിവസമായപ്പോൾ അത് ഇന്ന് 2 സാക്ഷ്യം വായിക്കാൻ വേണ്ടി മാതാവ് എന്നെ ഓർമ്മപ്പെടുത്തി. ഞാൻ അതൊന്ന് 2 സാക്ഷ്യം വായിച്ചപ്പോൾ എനിക്ക് മാതാവിൻ്റെ അടുത്ത് വരാനുള്ള ഒരു തോന്നലായിരുന്നു. ആ സമയത്ത് ഞാൻ കടന്നു വരുമ്പോൾ ഞാൻ പീരീഡോടുകൂടിയാണ് വന്നത്. എത്ര മുഴ ഉണ്ടായിരുന്നെന്ന് ഡോക്ടർ വിധി എഴുതിയില്ലായിരുന്നു. പീരീഡിൻ്റെ കൂട്ടത്തിൽ എനിക്ക് യൂട്രസിലുണ്ടായിരുന്ന മുഴ എല്ലാം അപ്രത്യക്ഷമായതുപോലെ എനിക്ക് തോന്നി. ആ സമയത്ത് ഞാൻ ആ ബസ്സിൽ വെച്ച് പീരീഡായിട്ട് കുളിച്ചാണ് ആ ബസ്സിൽ ഇരുന്നത്. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് മാതാവ് വേറൊരു അത്ഭുതവും കൂടെ ഈ ആലയത്തിൽ എത്തുന്നതിന് മുമ്പേ എനിക്ക് നൽകിയായിരുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ ഈ പീരീഡുമായി ഞാൻ ഈ മുമ്പിൽ കടന്നു വരുമ്പോൾ ഈ ജനങ്ങൾ എങ്ങനെ എന്നെ കാണും എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ ആർക്കും ആ പീരീഡ് അവരുടെ മുമ്പിൽ കാണാത്ത രീതിക്കായിരുന്നു മാതാവ് എന്നെ പൊതിഞ്ഞത്. എന്നിട്ട് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഭവനത്തിൽ കടന്നു ഇന്ന് ഞാൻ തിങ്കളാഴ്ച വീണ്ടും പോയി സ്കാൻ ചെയ്തായിരുന്നു. സ്കാൻ ചെയ്തപ്പോൾ 16 മുഴയാണ് എൻ്റെ ഗർഭപാത്രത്തിലുണ്ടെന്ന് അവർ പറഞ്ഞത്. എന്നിട്ട് ഞാൻ ഡോക്ടറിനെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടറിന് അന്ന് ലീവായിരുന്നു. ഞാൻ ഡോക്ടറിൻ്റെ വീട്ടിലാണ് പോയത്. ഡോക്ടറിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഡോക്ടർ പറയുന്നത് നിങ്ങൾ കൃപാസനത്ത് പോയിട്ടാണോ വന്നതെന്ന് ചോദിച്ചു. ഞാൻ ആദ്യത്തെ റിപ്പോർട്ടാണ് കാണിച്ചപ്പോൾ പറഞ്ഞ് നിങ്ങൾ 3 ആശുപത്രിക്ക് എഴുതിത്തന്ന് നിങ്ങൾ ആശുപത്രി പോയില്ലയോ എന്ന് ചോദിച്ചു. നിങ്ങളുടെ ജീവിതം വലിയ ഗുരുതരത്തിലാണ് ഇരിക്കണതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് പോകേണ്ടി വന്നില്ല. അതെന്ത്? ഞാൻ വേറെ 2ാമത്തെ റിപ്പോർട്ട് കാണിച്ചപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് 16 മുഴയാണ് നിങ്ങളുടെ ഗർഭപാത്രത്തിലുണ്ടായിരുന്നത്. അതിപ്പോൾ 1% പോലും നിങ്ങളുടെ ഗർഭപാത്രത്തിൽ ഇല്ല എന്ന് ഡോക്ടർ വിധി എഴുതി. എനിക്ക് തൊട്ട് സംരക്ഷിച്ചതിന് ഞാൻ നന്ദി കടപ്പെട്ടിരിക്കുന്നു ഇവിടെ.